രശ്മി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെസിപ്പി ആയിട്ടല്ല, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള കിച്ചൺ ടിപ്സോ ട്രിക്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ chikkusen@gmail.com നിങ്ങളുടെ പേരും ഫോട്ടോയും വെച്ച് മെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ പേരിൽ വീഡിയോ ചെയ്യുന്നതാണ്. മെയിൽ ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കിച്ചൺ ടിപ്സ് എന്തൊക്കെയാണെന്ന് കാണാം. സോയ ചങ്ക്സ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. വെജിറ്റേറിയൻസിന്റെ മീറ്റ് എന്നാണ് പറയുന്നത്. ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് സോയ. നമുക്ക് പക്ഷേ ഇത് കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഒരു സ്മെല്ലാണ്. പലർക്കും ഇഷ്ടമല്ല അതിന്റെ ഒരു സ്മെല്ല്, കാരണം പലരും കഴിക്കാറുമില്ല. അപ്പൊ അതിന്റെ സ്മെല്ല് മാക്സിമം മാറ്റിയെടുക്കാനുള്ള ഒരു ടിപ്പാണിത്. ഞാൻ ഒരു കപ്പ് സോയ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തതാണ്. അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി അധികം ആവണ്ട, കാരണം കറിയിലൊക്കെ മഞ്ഞൾ അധികമായി പോകും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതായിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിക്കാം. 1 മിനിറ്റൊക്കെ തിളച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കൊന്ന് തണുക്കണം. കുറച്ചൊന്ന് തണുത്ത് നമുക്കത് കൈകൊണ്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന പാകത്തിന് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പം ഒരുവിധം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കൈ മുക്കാൻ പാകത്തിന് ചൂട് മാറിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഇത് നമുക്ക് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി ആ വെള്ളം യൂസ് ചെയ്ത് കളയാം. 2 പ്രാവശ്യം നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞാൽ മതി കേട്ടോ. ഇനി നമുക്കിത് മുറിച്ചിട്ടിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണോ കറി വെക്കുന്നത്, കറി വെക്കുകയാണോ ഉലർത്തുകയാണോ ഫ്രൈ ചെയ്യുകയാണോ എന്ത് വേണേലും നമുക്കിതുകൊണ്ട് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് മുമ്പേ ഉണ്ടായിരുന്ന ആ ഒരു സ്മെല്ല് ഒട്ടും ഉണ്ടാവില്ല. ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പാണ് മീൻ എങ്ങനെ ഫ്രഷായിട്ട് ഒരു രുചി വ്യത്യാസവും ഇല്ലാതെ സൂക്ഷിച്ച് വെക്കാം എന്നുള്ളത്. മീൻ മുറിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും, വളരെ കുറച്ച് മതി, ഒരു പേരിന് മാത്രം മതി. അതിട്ടിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മളിപ്പോൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പുരട്ടുന്ന പോലെ ഒന്നും മുളകിൻ്റെ ആവശ്യമില്ല, കുറച്ച് മതി. നമുക്കിത് കഴുകി കളയാനുള്ളതാണ്. ഇനി നമുക്ക് ഇത് എടുക്കാൻ ആവശ്യത്തിനനുസരിച്ച് ഓരോരോ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം. ഞാൻ ഈ മീൻ സൂക്ഷിച്ച് വെക്കാനായിട്ട് ഒരുപാട് ടിപ്പുകൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്കതൊന്നും അത്രയും അങ്ങോട്ട് ശരിയായിട്ടില്ല. ഈ ഒരു മെത്തേഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. ഞാൻ ഇത് തന്നെയാണ് പണ്ടേ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരാഴ്ച വരെയൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഇല്ലാതെ നമ്മൾ എങ്ങനെയാണോ വെച്ചത് അതേപോലെ തന്നെ ഉണ്ടാവും. പിറ്റേ ദിവസമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. ഇതിങ്ങനെ തന്നെ എടുത്ത് നമ്മൾ ഉപയോഗിക്കരുത്. ഫ്രൈ ചെയ്യാനാണെങ്കിലും കറിയിലാണെങ്കിലും അങ്ങനെ തന്നെ ഉപയോഗിക്കരുത്. ഇതിൻ്റെ തണുപ്പ് നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഈ പുറമേയുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുള്ളൂ കേട്ടോ. നമുക്ക് വെള്ളം ഒഴിച്ചങ്ങ് വെക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ മീനിൻ്റെ തണുപ്പ് മാറിക്കിട്ടും. ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെള്ളം മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ അതിൻ്റെ തണുപ്പൊക്കെ നല്ല മാറി. ഇതിപ്പോൾ നല്ല ഹാർഡായിട്ടാണ് ഉള്ളത്. അത് മാറിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധാരണ മീനിൻ്റെ ആ ഒരു പരുവത്തിലേക്ക് വരും. അപ്പോൾ മാത്രമേ നമ്മൾ എടുത്ത് കറി വെക്കാനാണേലും ഫ്രൈ ചെയ്യാനാണേലും ഉപയോഗിക്കാവുള്ളൂ. ഇനി നമ്മുടെ മൂന്നാമത്തെ ടിപ്പാണ് പോമഗ്രനേറ്റ് അഥവാ മാതളം അല്ലെങ്കിൽ അനാർ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നുള്ളത്. കത്തി കൊണ്ട് പോമഗ്രനേറ്റ് തൊലി വട്ടത്തിലൊന്ന് കട്ട് ചെയ്യാം. കത്തി ഉള്ളിലേക്ക് ഇറങ്ങരുതേ, പുറമേ ആ തൊലി ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇത് പതുക്കെ ഒന്ന് വിടർത്തി കൊടുക്കാം. ഇപ്പോൾ പെട്ടെന്ന് അങ്ങ് പൊളിഞ്ഞു വരും. ഇത് വേണ്ട, അല്ലികളൊന്നും മുറിഞ്ഞു പോയിട്ടില്ല. കത്തി ഉള്ളിലേക്ക് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലികൾ മുറിഞ്ഞു പോകും. ഇനി നമുക്ക് ഒരു പോർഷൻ എടുത്ത് കമത്തി പിടിച്ചിട്ട് ചപ്പാത്തി കോലുകൊണ്ട് മെല്ലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. സൈഡിലാണ് ആദ്യം തട്ടേണ്ടത്. എന്നാൽ മാത്രമേ നല്ല പെട്ടെന്ന് നമുക്കിത് അനാറെല്ലാം അല്ലികളായിട്ട് പൊളിഞ്ഞു കിട്ടുള്ളൂ. മോൾ ഭാഗത്ത് തട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഇളകി വരികയില്ല. എന്നിട്ട് സൈഡ് മുഴുവൻ തട്ടി കഴിയുന്ന സമയത്ത് നമുക്ക് മോൾ ഭാഗത്തും ഒന്ന് തട്ടി അല്ലികളൊക്കെ അങ്ങ് ഇളകി വരും. അപ്പം അതിനകത്തൊന്നുമില്ല, എല്ലാം പൊളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ അടുത്ത പോർഷനും എടുത്തൊന്ന് കട്ട് ചെയ്തെടുക്കാം. സൈഡിൽ തന്നെ വേണം കൊട്ടി കൊടുക്കാൻ. സൈഡിൽ കൊട്ടി ഫുള്ളായിട്ട് കൊട്ടിയിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പതുക്കെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് അല്ലികളൊക്കെ ഇളകി വരും. അതിൻ്റെ മോൾ ഭാഗവും നല്ലതായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളകി വരും. മിക്കവാറും എല്ലാം തന്നെ ഇളകി വന്നിട്ടുണ്ടാകും. അപ്പോൾ പെട്ടെന്ന് പൊളിച്ച് കഴിഞ്ഞില്ലേ പോമഗ്രനേറ്റ്. ഇനിയിപ്പോൾ ഇതിൽ വെള്ള പോർഷൻ ഉണ്ടാവും ഈ പോമഗ്രനേറ്റിൻ്റെ, അത് ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് കളഞ്ഞാൽ മതി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ വെള്ള പോർഷനും ഈ പോമഗ്രനേറ്റിൻ്റെ കൂടെ കഴിക്കണം എന്നാണ് പറയുക.
ഒരിടയ്ക്ക് ഈ ഡെങ്കു ഫീവർ ട്രിവാൻഡ്രത്ത് നന്നായിട്ട് പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു. ഡെങ്കിപ്പനി എന്ന് പറയുന്ന ഡെങ്കു ഫീവറിലെ. അപ്പോൾ എൻ്റെ കൊളീഗിനും ഇതുപോലെ അത് അസുഖം വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തതാണ് ഈ അനാറ് കഴിക്കാനായിട്ട്. അനാറ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ആ വെള്ള പോർഷൻ ഇല്ലേ, ആ വെള്ള പാട പോലത്തെ പോർഷൻ, അതും കൂടെ കഴിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം പെട്ടെന്ന് തന്നെ ബ്ലഡ് കൗണ്ട് കൂടും. അപ്പം അത്രയേ ഉള്ളൂ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ പൊളിച്ചു കഴിഞ്ഞില്ലേ പോമഗ്രാനൈറ്റ്. ഇനി നമ്മുടെ അടുത്ത ടിപ്പാണ് പഴം എങ്ങനെ നമുക്ക് നല്ല സ്വാദോടുകൂടി പുഴുങ്ങിയെടുക്കാം എന്നുള്ളത്. അപ്പം നമ്മൾ രാവിലെ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പഴം പുഴുങ്ങി കൂടെ കഴിക്കില്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് മുറിച്ചെടുക്കാം. ഇതെല്ലാം ആദ്യം രണ്ടറ്റവും മുറിച്ചിട്ട് എല്ലാം ചെറിയ ചെറിയ പീസസ് ആക്കി മുറിച്ച് വെക്കാം. എന്നിട്ട് നമ്മൾ പുട്ടും കുറ്റിയിലല്ലേ പുട്ടുണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ ആ പുട്ടും കുടത്തിനകത്തോട്ട് നമുക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്കതിലേക്ക് പഴത്തിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. നമ്മൾ പുട്ടുണ്ടാക്കില്ലേ, അപ്പോൾ അതിന് മുമ്പ് പുട്ടും കുറ്റിയും കൂടെ വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം ഒരു കുറ്റി പുട്ട് ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ പുട്ട് അധിക സമയം നമ്മൾ വെക്കണ്ടല്ലോ, ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി വരുമ്പോൾ തന്നെ പുട്ടായിട്ടുണ്ടാവും. അപ്പോൾ 2 കുറ്റി പുട്ട് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ പഴവും നന്നായിട്ട് പുഴുങ്ങി കിട്ടിയിട്ടുണ്ടാവും. അപ്പം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പഴം പുഴുങ്ങുന്നത്. ഇനി നമുക്ക് ഈ പഴം വെള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റാം. വെള്ളത്തിനകത്ത് കിടത്തണ്ട. ഇനി നമുക്ക് ഫോർക്ക് കൊണ്ട് വേണേലും കുത്തിയെടുക്കാം. ഇപ്പം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല സ്വാദാണ് കേട്ടോ. ഇതുപോലെ പഴം പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് പുഴുങ്ങി നോക്കൂ. നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക രുചിയാണ് ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ പഴം പുഴുങ്ങിയെടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കേരളീയരുടെ ഇഷ്ടഭക്ഷണമല്ലേ പുട്ടും പഴം പുഴുങ്ങിയതും. ഒരു പ്രത്യേക രുചിയാണ് പഴം പുഴുങ്ങിയതും പുട്ടും കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ പുട്ടാവുന്ന സമയത്ത് തന്നെ നമുക്ക് പഴവും പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തേങ്ങ വറുത്തരച്ച കറി കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ തേങ്ങ വറുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അതെല്ലാവരും ഒന്ന് മാറ്റി വെക്കാറാണ് പതിവ്. തേങ്ങ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ തേങ്ങ ചിരവിക്കൊണ്ട് വന്നിട്ടുണ്ട്. തേങ്ങ ചിരവിക്കൊണ്ട് വരുന്ന സമയത്ത് എല്ലാം ഒരേ വലുപ്പത്തിലായിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ അത് വറുക്കുന്ന സമയത്ത് പല തരത്തിലായിരിക്കും അതിൻ്റെ മൂപ്പ് ഉണ്ടാവുക. അപ്പോൾ അത് വറുക്കുന്ന സമയത്ത് ചെറിയ പീസസ് കരിഞ്ഞു പോവുകയും വലിയ പീസസ് മൂക്കാതിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാം ഒരേ വലുപ്പത്തിലാക്കി എടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. തലേദിവസമൊക്കെ തേങ്ങ ചിരകിയിട്ട് ഫ്രീസറിൽ വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ആ തേങ്ങ എടുത്തിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും പൊടിഞ്ഞ് കിട്ടാനായിട്ട്. ഇപ്പം നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇതുണ്ട്, അത് പെട്ടെന്ന് മൂത്ത് കിട്ടുന്നുണ്ട്. കുറച്ച് സമയം ഞാനൊന്ന് ഇളക്കിയിട്ടേ ഉള്ളൂ. ഇതിൽ നമ്മൾ ഒരു തുള്ളി പോലും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിലും വേഗത്തിൽ മൂത്ത് കിട്ടും. ഇത് കണ്ടോ, ഫുള്ള് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. എളുപ്പത്തിൽ ഇതിൽ 5-6 മിനിറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പം നല്ലൊരു ടിപ്പാണ്. ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ നല്ലൊരു ടിപ്പാണ്. എനിക്ക് വളരെയധികം ഉപകാരമുള്ള ഒരു ടിപ്പാണിത്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.